ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. നമ്മൾ മലയാളത്തിൽ സാധാരണ പറയുന്ന ഒരു രീതി ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ പറയാണ്, നമ്മളിപ്പോൾ തന്നെ 3 തവണ ആ കട കടന്നുപോയി. അപ്പോൾ നമ്മൾ ഒരു ഷോപ്പ്, ഒരു ടൗണിൽ ചെന്നിട്ട് ഒരു ഷോപ്പ് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര അന്വേഷിച്ചിട്ടും തിരഞ്ഞിട്ടും ആ ഷോപ്പ് കാണുന്നില്ല. അപ്പോൾ ഒരാള് ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ്, നമ്മൾ ഇപ്പൊ തന്നെ 3-4 തവണ അതേ ഷോപ്പ് കടന്നുപോയി, നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ തന്നെ നമ്മൾ 3-4 തവണ ആ സെയിം ഷോപ്പ് നമ്മൾ പാസ് ചെയ്ത് പോയി എന്ന് പറയാണ്. അതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ പറയാണ്, നിങ്ങൾ ഇപ്പൊ തന്നെ 2 ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾ മുടക്കി, നിങ്ങൾ ഇതിനകം തന്നെ ഇപ്പൊ തന്നെ 2 ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾ മുടക്കി. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയാൻ പറ്റിയൊരു കാര്യമാണ്, അവരിപ്പോൾ തന്നെ 5 വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്, അവർ ഇതിനകം തന്നെ 3 വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്, ഞങ്ങൾ ഇതിനകം തന്നെ ആ സ്ഥലം 4 തവണ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഓൾറെഡി സന്ദർശിച്ച കാര്യങ്ങളായിരിക്കുമല്ലോ. യെസ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത്, ഈ രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇതിനകം തന്നെ 4 പ്രാവശ്യം ആ കട പാസ് ചെയ്തു പോയി, നമ്മളത് കാണാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഇതിനകം തന്നെ 2 പ്രാവശ്യം ഇൻസ്റ്റാൾമെന്റ് മുടക്കിയിട്ടുണ്ട്, ഞങ്ങൾ ഇതിനകം തന്നെ 4 പ്രാവശ്യം ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്, അവർ ഇതിനകം തന്നെ 3 പ്രാവശ്യം വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞ ആ വാചകം നോക്കാം. ഇങ്ങനെയാണത് പറഞ്ഞത്, നമ്മളിപ്പോ തന്നെ ആ സെയിം ഷോപ്പിനെ 4 തവണ മറികടന്നു പോയി, നമ്മളിപ്പോ തന്നെ ആ ഒരേ കടയെ 3 തവണ 4 തവണ മറികടന്നു പോയി എന്നാണ് പറയുന്നത്. യെസ്, ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്, വി ഹാവ് പാസ്ഡ് ദ സെയിം സ്റ്റോർ 3 times already, അല്ലെങ്കിൽ 4 times already. We have passed the same store 4 times already. നേരത്തെ തന്നെ നമ്മൾ ആ ഒരേ കടയെ, സെയിം കടയെ 4 തവണ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. We have passed, നമ്മൾ പാസ്സായി പോയിട്ടുണ്ട്, പാസ് ചെയ്ത് കടന്നു പോയിട്ടുണ്ട്. എന്ത്? ദ സെയിം ഷോപ്പ്, ആ ഒരേ കടയെ, സെയിം കടയെ തന്നെ എത്ര തവണ? 4 തവണ. 4 times already എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ. അപ്പൊ നേരത്തെ തന്നെ നമ്മൾ ആ ഒരേ കടയെ 4 തവണ പാസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഒന്നുകൂടെ പറയാം, വി ഹാവ് പാസ്ഡ് ദ സെയിം സ്റ്റോർ അല്ലെങ്കിൽ സെയിം ഷോപ്പ് 4 times already. ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഇത് മനസ്സിലായ ആളുകൾക്ക് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മൾ ഇതിനോടകം തന്നെ ഇപ്പോൾ തന്നെ 4 പ്രാവശ്യം ആ സ്ഥലം അല്ലെങ്കിൽ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോ എല്ലാ വർഷവും കൊടൈക്കനാലിലേക്ക് ടൂർ പോകുന്ന, ഊട്ടിയിലേക്ക് ടൂർ പോകുന്ന, അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ടൂർ പോകുന്ന ആള്, അവർ സ്ഥിരമായിട്ട് കാണുന്ന, വർഷത്തിൽ ഒരിക്കൽ എന്തായാലും കാണുന്ന ഒരു സ്ഥലം തന്നെയാണെന്ന് വിചാരിക്കുക. ആ ആള് പറയാണ്, ഞങ്ങൾ ഇതിനോടകം തന്നെ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ 4 പ്രാവശ്യം ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ഇതേപോലെ തന്നെയാണ് പറയുന്നത്. എങ്ങനെയാ പറയാ? വി ഹാവ് വിസിറ്റഡ് ദ സെയിം പ്ലേസ് 4 times already. വി ഹാവ് വിസിറ്റഡ്, ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, ദ സെയിം പ്ലേസ്, ആ ഒരേ സ്ഥലം, സെയിം സ്ഥലം തന്നെ, 4 times 4 തവണ, ഓൾറെഡി നേരത്തെ തന്നെ, മുമ്പ് തന്നെ, നേരത്തെ തന്നെ ഞങ്ങൾ 4 തവണ ഈ ഒരേ സ്ഥലം, ഈ സെയിം സ്ഥലം ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. എന്തൊരു ഉറപ്പിക്കല അത്, എന്തൊരു മടുപ്പാണിത് എന്ന് പറയാണ്. വി ഹാവ് വിസിറ്റഡ് ദ സെയിം പ്ലേസ് 4 times already. ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, അവർ നേരത്തെ തന്നെ അല്ലെങ്കിൽ ഇതിനകം തന്നെ 3 തവണ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. അവർ ഇതിനകം തന്നെ 3 തവണ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ 2 പ്രാവശ്യം വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ 5 പ്രാവശ്യം വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് എന്നെങ്ങനെയാ പറയാ? യെസ്, ഇങ്ങനെയാണെന്ന് പറയുന്നത്. They have won the World Cup 5 times already. They have won. Win എന്ന വെർബിന്റെ 3ാമത്തെ ഫോമാണ് won എന്ന് പറയുന്നത്. They have won the World Cup 5 times already. 5 തവണ നേരത്തെ തന്നെ അവര്
ആ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. They have won the World Cup 2 times already. നേരത്തെ തന്നെ അവര് എന്ത് ചെയ്തിട്ടുണ്ട്? 2 പ്രാവശ്യം വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. They have won the World Cup 4 times already. അവർ നേരത്തെ തന്നെ 4 പ്രാവശ്യം വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. ഇനിയിപ്പോ അതൊക്കെ മതി. യെസ്, അപ്പൊ ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ഒരാൾ ഇങ്ങനെ പറയാണ്, ഞാൻ അതിനു വേണ്ടി ഇപ്പോൾ തന്നെ 3 പ്രാവശ്യം അയാളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ 3 പ്രാവശ്യം അയാളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പൊ ഇതേ പാറ്റേണിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയാ? ഐ ഹാവ് റിക്വസ്റ്റഡ് ഹിം ഫോർ ദാറ്റ് 3 times already. I have requested him for that 3 times already. I have requested him. ഞാൻ അയാളോട് അപേക്ഷിച്ചിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. For that, അതിനു വേണ്ടിയിട്ട് 3 times 3 പ്രാവശ്യം ഓൾറെഡി നേരത്തെ തന്നെ. I have requested him for that. ഞാൻ അതിനു വേണ്ടിയിട്ട് അയാളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് 3 times already. നേരത്തെ തന്നെ 3 പ്രാവശ്യം 4 പ്രാവശ്യം അയാളോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്, റിക്വസ്റ്റ് ചെയ്തതാണ്. നേരത്തെ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ലാസ്റ്റ് നമ്മൾ പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു. നിങ്ങൾ ഇപ്പൊ തന്നെ 2 ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾ മുടക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതിനകം തന്നെ ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ നിങ്ങൾ 2 ഇൻസ്റ്റാൾമെന്റ് മുടക്കിയിട്ടുണ്ട്. ഇനി അവധിയൊന്നും തരാൻ പറ്റില്ല, അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി അല്ലെ? നിങ്ങൾ ഇപ്പൊ തന്നെ 2 ഇൻസ്റ്റാൾമെന്റ് മുടക്കിയിട്ടുണ്ട്. എങ്ങനെയാ പറയാ? സെയിം പാറ്റേൺ ആണ്. യു ഹാവ് ഡിലേഡ് ദ ഇൻസ്റ്റാൾമെന്റ് 2 times already. You have delayed the installment 2 times already. ഡിലേ എന്ന് പറഞ്ഞാൽ മുടക്കുക എന്നുള്ളതല്ല, വൈകിപ്പിക്കുക എന്നുള്ളതാണ്. സോ അപ്പൊ വൈകിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോ യു ഹാവ് ഡിലേഡ്, നിങ്ങൾ വൈകിപ്പിച്ചിട്ടുണ്ട് ദി ഇൻസ്റ്റാൾമെന്റ്സ് 2 times already. 2 തവണ ഓൾറെഡി നേരത്തെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് വൈകിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ വിശ്വാസം ഇല്ലാതെ ആയിരിക്കുകയാണ്, ഒരു തീരുമാനം ഉണ്ടാക്കണം. യു ഹാവ് ഡിലേഡ് ദി ഇൻസ്റ്റാൾമെന്റ്സ് 2 times already. ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അവസാനമായിട്ട് പറയാൻ പോകുന്ന വാചകം എങ്ങനെയാണ്? അവൾ ഇപ്പൊ തന്നെ ഈ സ്കോളർഷിപ്പ് 2 തവണ നേടിയിട്ടുണ്ട്. അവൾ നേരത്തെ തന്നെ ഈ സ്കോളർഷിപ്പ് 2 തവണ നേടിയിട്ടുണ്ട്. എങ്ങനെയാ പറയാ? അവൾ നേരത്തെ തന്നെ ഈ സ്കോളർഷിപ്പ് 2 തവണ നേടിയിട്ടുണ്ട്. എങ്ങനെയാ പറയാ? She has won the scholarship 2 times already. She has won the scholarship 2 times already. അവൾ നേരത്തെ തന്നെ ഓൾറെഡി തന്നെ 2 തവണ സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ട്. She has won the scholarship 2 times already. അപ്പൊ ഇങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതേ പാറ്റേണിൽ നിങ്ങൾ പറയാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ നേരത്തെ തന്നെ 2 പ്രാവശ്യം, ഇതിനു മുമ്പ് തന്നെ 4 പ്രാവശ്യം, ഇതിനു മുമ്പ് തന്നെ പലതവണ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്റ്റൈലാണ് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാകും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.